ഇന്ന് നമ്മുടെ ജാക്കിന്റെയും ജെനിയുടെയും ഫസ്റ്റ് നൈറ്റ് ആണ്. അവർക്ക് യാതൊരു ഡിസ്റ്റർബൻസ് ഇല്ലാതിരിക്കാൻ നമുക്ക് ഈ റൂം ഒരുക്കാം. ആദ്യം തന്നെ ഈ പട്ടിയെ എടുത്ത് നമുക്ക് റൂമിനെ വെളിയിൽ കളയണം. അവിടെ ഒരു ലോക്ക് ഉണ്ടല്ലോ, അതുകൊണ്ട് വാതിൽ പൂട്ടിയിടാം. പുറത്തുനിന്ന് ആരുടെയും ശല്യം ഉണ്ടാവില്ല. ഇനി ആ ഫോട്ടോയിലുള്ളവര് തുറിച്ചു വെക്കണ പോലെ തോന്നണ്. ഈ കേക്ക് എടുത്ത് അവിടെ മോന്തയ്ക്ക് അയക്കാം. ഈ റൂമിൽ ആരാ CCTV കൊണ്ട് വെച്ചേക്കണേ? അവളെ തലയിലെ തുണി എടുത്ത് നമുക്ക് ആ CCTV മറയ്ക്കാം. ഈ കബോട്ടിൽ എന്താ മരക്കഷ്ണോ? മരക്കഷ്ണോണ്ട് എന്ത് ചെയ്യാനാ? അടിയിൽ എന്താ ഉള്ള ഗ്ലൂ എടുത്ത് നമുക്ക് ഈ ബെഡിന് ചുറ്റും തേച്ച് വെക്കാം. ഒന്നും ലീക്ക് കയറാതിരിക്കാം. നിങ്ങൾ ആ കട്ടൻ തുറന്നിരിക്കുന്നത് കണ്ടില്ലേ? അത് ആദ്യം അടയ്ക്കേണ്ടതായിരുന്നു അല്ലേ? ഇനി ആകെ കൂടി ശല്യമായി തോന്നുന്നത് ആ ബൊമ്മേനെ എടുത്ത് നമുക്ക് ഈ ഡസ്റ്റ്ബിന്നിൽ കൊണ്ടിടാം. ഇനിയിപ്പോ കണ്ടിട്ട് ഒരു ഡിസ്റ്റർബൻസ് ഇല്ലാത്ത പോലെ തോന്നുന്നുണ്ട്. ഇനി നമുക്ക് ജാക്കിനെ ജെനിയുടെ അടുത്തേക്ക് അയക്കാം. അയ്യോ, ഈ കാലമാറിന് ഇത് എവിടെ നിന്ന് വന്നു? സാരില്ല, നമുക്ക് ഒരു പ്രാവശ്യം വേണ്ടി ട്രൈ ചെയ്യാം. ആദ്യം തന്നെ നമുക്ക് ഈ ചുമപ്പ എടുത്തിട്ട് ഈ ചുമപ്പ ബെല്ലിന്റെ മുകളിൽ വെക്കാം. ഇനി ഇത് കണ്ട് പേടിച്ച് ആ പയ്യൻ എന്തായാലും വെന്റിലേഷന്റെ ഉള്ളിൽ നിന്ന് വരില്ല. ഇനിയിപ്പോ ശല്യങ്ങളൊന്നും ഇല്ലാന്നൊക്കെ തോന്നുന്നു. ദേണ്ട പിന്നെയും ഈ കഴുതകൾ എന്താ ചെയ്യേണ്ടതെന്ന് നിങ്ങൾ തന്നെ പറട്ടാ. എനിക്കറിയില്ല എന്താ ചെയ്യേണ്ടതെന്ന്. സമാധാനമായി കഴിഞ്ഞ ജാക്കിന്റെ ഗുഹയിൽ പെട്ടെന്നൊരു കരടി ആക്രമിക്കാനായി എത്തി. അവൻ വീട്ടിലിരുന്ന ഒരു സ്ലാബ് എടുത്ത് വേഗം ആ ഗുഹ അടച്ചു. ഈ കരടിയുടെ സ്റ്റാമിന എങ്ങനെയെങ്കിലും നമുക്ക് കുറച്ചേ മതിയാകൂ. ആദ്യം തന്നെ നമുക്ക് ഈ ഇറച്ചി കഷ്ണം കൊടുത്ത് ജാക്കിന്റെ സ്റ്റാമിന കൂട്ടാം. ഈ ഓടക്കുഴലൂതി നമുക്ക് കരടിയെ സമാധാനിപ്പിക്കാം. ദാണ്ട് അവിടെ ഒരു പാമ്പിരിക്കണ്ടല്ലോ, പാമ്പിനെ കൊണ്ട് കുത്തിപ്പിക്കാം. അവളുടെ തലയിൽ തൂവലിരിക്കണ കണ്ടില്ലേ? അതെടുത്ത് നമുക്ക് ഇക്കിളിയാക്കി കൊടുക്കാം. ആ സ്ലാബ് പഠിക്കാൻ അച്ഛനെ കൊണ്ട് മാത്രം കഴിയില്ലെന്ന് തോന്നുന്നു. ആ പെൺകുട്ടിയും അമ്മയും കൊണ്ട് സഹായം ചെയ്യിപ്പിക്കാം. അവിടെ മുകളിൽ ഒരു മുള്ളിച്ചെടി തൂങ്ങി കിടക്കണ കണ്ട അത് നമുക്ക് ഈ സ്ലാബിന്റെ ഓട്ടക്കൂടെ കുത്തി കയറ്റി നോക്കാം. അയ്യോ, ഈ കരടി ഇങ്ങനെയൊന്നും തോൽപ്പിക്കാൻ കഴിയണില്ലല്ലോ. ആ മുകളിലത്തെ തേനീച്ചുകൂടി വീണ എങ്ങനെ ഇരിക്കും? നമുക്ക് ഈ കല്ലെടുത്തൊന്ന് എറിഞ്ഞു നോക്കാം. ഈ ദുഷ്ടനായ കരടിക്ക് ഇങ്ങനെ തന്നെ വേണം. എന്നാലും ഇവനെ ഇവിടുന്ന് പോണ ലക്ഷണമില്ലല്ലോ. ജാക്കിന്റെ കക്ഷത്തിലിരിക്കണ ചീഞ്ഞ മുണിയൊന്ന് മണപ്പിച്ചോ. അയ്യോ, പാവം കരടി ബോധം കെട്ട് വീണല്ലോ. ഈ കരടിയിൽ നിന്ന് രക്ഷപ്പെടാൻ ഇനി ആകെ കൂടി 2 വഴിയുള്ളൂ. നിങ്ങൾക്കത് ശരിയായി കണ്ടുപിടിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്ത് നോക്കട്ടെ. ഹലോ ഗായ്സ്, ഇന്നത്തെ നമ്മുടെ ടാസ്ക് എന്ന് പറയുന്നത് ഈ TV കാണിക്കുന്ന ഫോട്ടോയായിട്ട് ഈ കടന്നു പോകുന്ന ആൾക്കാർ മാച്ച് ആണ്. ദാണ്ടേ ഈ പെണ്ണിന്റെ മുഖം കാണുന്നില്ലല്ലോ. TV കാണുന്ന പോലെ മുടി പറപ്പിക്കാനായി നമുക്ക് എന്ത് ചെയ്യണം? ഈ ഹെയർ ഡ്രയർ ഉപയോഗിക്കാലോ. ഇനി മഞ്ഞ ഷർട്ടിട്ട പയ്യന്റെ മുഖം എങ്ങനെയാ മാച്ച് ആക്കാം? TV ചുമന്നിരിഞ്ഞിരിക്കുന്ന മുഖമാണല്ലോ കാണിക്കണേ. അതിനു വേണ്ടിയുള്ള ചെറിയ ട്രിക്ക് എനിക്കറിയാലോ. നമ്മൾ ആദ്യം അവന്റെ കയ്യിലിരിക്കുന്ന ഗ്ലാസ്സിൽ വെള്ളം ആ ചെടിയിലൊന്ന് ഒഴിച്ചു കൊടുക്കുക. ഇപ്പൊ കണ്ടില്ലേ, ആ ചെടിയിൽ നിന്ന് ചുമന്ന മുളക് വളർന്നു വന്നിരിക്കണേ. ഈ ചുമന്ന മുളക് എടുത്ത് അവന്റെ വായിൽ വെച്ചു കൊടുക്കുക. ഇപ്പൊ മുഖം ശരിക്കും ചുമന്നുണ്ട്. ഇതെന്താ ഇത് കാണണേ? ഈ പെൺകുട്ടിക്ക് താടി വെച്ച് കൊടുക്കാനോ? ഈ താടി ഇവിടെ വെച്ച് കൊടുക്കാം. കുറച്ച് മുടി വെട്ടിയെടുക്കാനായിട്ട് നമുക്ക് ഇവിടെ കാലിൽ നിന്ന് തന്നെ വെട്ടിയെടുക്കാം. ടേബിളിൽ ഒരു കത്രിക എടുക്കുന്നുണ്ടല്ലേ, അതുകൊണ്ട് നമുക്ക് ഈ മുടിയെല്ലാം വെട്ടിയെടുക്കാം. ഇനിയിപ്പോ അത് താടിയായി സെറ്റാക്കി കൊടുക്കാം. ഈ സ്ക്രീനിൽ കാണുന്നത് ഒരു പെൺകുട്ടിയാണല്ലോ, പക്ഷെ ഇതൊരു ആൺകുട്ടിയാണല്ലോ. പോസ്റ്ററിൽ കണ്ട മുടിയെടുത്ത് ഇവനെ വെച്ചു കൊടുക്കാം. അതുപോലെ തന്നെ അവന്റെ ബാഗിലുള്ള മേക്കപ്പ് കിറ്റ് വെച്ച് മുഖം സെറ്റാക്കാം. ഇനി എന്തോ ഒരു കുറവുണ്ടല്ലോ. ഒന്നല്ല, 2ന്റെയും കുറവുണ്ട്. ബാക്കിൽ കാണുന്ന ആ 2 പേരും വെച്ച് കൊടുത്ത അവൻ ശരിക്കൊരു പെൺകുട്ടിയായി കാണാം. ബാക്കിൽ വരുന്ന പയ്യൻ നല്ല ഉറക്കപ്പിച്ചില്ലാണല്ലോ. ഇവന്റെ ഉറക്കം മാറ്റാനായി എന്ത് ചെയ്യാം? ഇനി നിങ്ങളുടെ ഊഴമാണ്. കറക്റ്റായ ആൻസർ കമന്റിൽ ചേർക്കൂ. ഈ കാണുന്ന സീനിൽ നമുക്ക് വിചിത്രമായി സംശയിക്കാവുന്ന 12 പോയിന്റ്സ് ഉണ്ട്. അതേതൊക്കെയാണെന്ന് നമുക്ക് ഒന്നിച്ച് ഗസ് ചെയ്യാം. ശ്രദ്ധിച്ചു നോക്കൂ. ആ ഡ്രൈവർ പച്ച നിറത്തിലുള്ള എന്തോ ഡ്രിങ്ക്സ് ആ പെൺകുട്ടിക്ക് കൊടുക്കുന്നുണ്ട്. സീറ്റിന് മുകളിൽ നോക്കൂ, ചോരക്കറയുള്ള ചെരുപ്പിന്റെ പാടും കാണാം. സഹായത്തിനായി അവിടെ ആരോ SOS എന്ന് എഴുതിയിട്ടുമുണ്ട്. ആ ജനാല കണ്ടാൽ മനസ്സിലാവും അതാരോ പൊട്ടിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അതുപോലെ ഡോറിന്റെ ഹാൻഡിലും ആരോ അവിടെ നിന്ന് മാറ്റിയിട്ടുണ്ട്. അവിടെ കണ്ടോ പച്ച പുക പോകുന്ന ഒരു കുപ്പി. അതുപോലെ തന്നെ ആ മാപ്പിൽ വാണിംഗ് എന്ന് എഴുതിയിട്ടുമുണ്ട്. പുറത്തേക്ക് നോക്കുകയാണെങ്കിൽ അവിടെ സ്റ്റോപ്പ് സൈൻ. അയാളുടെ പുഞ്ചിരിയിൽ എന്തൊരു ദുരൂഹതയും നമുക്ക് കാണാം. ആ ന്യൂസ് ഒന്ന് ശ്രദ്ധിക്കൂ. പല പെൺകുട്ടികളെയും കാണാനില്ല എന്നാണ് അറിയിക്കുന്നത്. ആ ബാക്ക് മിറർ നിങ്ങൾ ശ്രദ്ധിച്ചോ? അവിടെ ഒരു പെൺകുട്ടിയുടെ ചായ പോലും ഇല്ല. നമുക്ക് ആ പെൺകുട്ടിയുടെ ബാഗ് ഒന്ന് തപ്പി നോക്കിയാലോ? അതിൽ ഡെത്ത് സർട്ടിഫിക്കറ്റ് കാണിക്കുന്നു. അതിനർത്ഥം ഈ പെൺകുട്ടി എപ്പോഴോ മരിച്ചു കഴിഞ്ഞതാണ്. ഈ ഗെയിമിൽ എത്ര പോയിന്റ്സ് നിങ്ങൾക്ക് കറക്റ്റായി ഗസ് ചെയ്യാൻ കഴിഞ്ഞു? നിങ്ങളൊരു സ്കോർ കമന്റ് ചെയ്യാൻ മറക്കല്ലേ. ഹൈ സ്കോർ ആരുടെയാണെന്ന് നോക്കട്ടെ.